بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പണ്ഡിതന്മാരെ, ജ്യേഷ്ഠ സുഹൃത്തുക്കളെ, ആദർശ പ്രബോധന രംഗത്ത് തന്റേതായ സാന്നിധ്യവും ഇടപെടലുകളും സംസാരവും ശാരീരികമായ അധ്വാനവും സാമ്പത്തികമായ സഹായവും ഒക്കെ നൽകി അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് ഈ ദീന് എത്തിക്കുവാനും നിലനിർത്തുവാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സംഘത്തിലെ ആളുകളാണ് സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും. അള്ളാഹു ഇത് നിലനിർത്തുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിന്റെ മാനവികതയെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ചർച്ച ചെയ്യാൻ സാധ്യമല്ല എന്ന് കേൾക്കുന്ന നിങ്ങൾക്കും സംസാരിക്കുന്ന എനിക്കും അറിയാം. വിശാലമായൊരു വിഷയം. അതിലേക്കുള്ള ചില സൂചനകൾ മാത്രം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കടപ്പാട്, ബാധ്യത നിർവഹിക്കാനുള്ളത് അള്ളാഹുവിനോടാണ്. ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായി കടന്നു വന്ന് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ വഫാത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ, ബാപ്പ, നമ്മുടെ കുടുംബത്തിലെ ബാക്കിയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മറ്റു ബന്ധുമിത്രാദികളിൽപ്പെട്ടവർ, അയൽവാസികൾ, അങ്ങനെ കടന്നു പോവാണ് ആ ബാധ്യതകൾ. സമൂഹത്തോടുള്ള നമുക്കുള്ള ബാധ്യത നമുക്കറിയാം. ഇവിടെയൊക്കെ ലോകത്ത് ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളും മതതത്വങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ധാരാളം സംവിധാനങ്ങളും ലോകത്തുണ്ടായിട്ട് അള്ളാഹുവിന്റെ മതമാകുന്ന ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഈ മതം മുന്നോട്ട് വെച്ച ഒരു മാനവികതയെ വേറെ ഒരു സ്ഥലത്തും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളൊരു മുസ്ലിം ആയതുകൊണ്ട് പ്രഖ്യാപിക്കല്ല. ആ മുസ്ലിങ്ങളെ പരിശോധിച്ചാലും അവർക്കത് മനസ്സിലാവും. പക്ഷെ അതിനെ ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ആ ചർച്ചയാണ് സക്രിയമായി, സജീവമായി നടക്കേണ്ടത് എല്ലാ സ്ഥലത്തും. ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ, ഞാൻ അതൊന്നും ആയത്തിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നില്ല, കുറെ സമയം വേണം. ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ എല്ലാം മാനവികതയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്ത് മരിച്ചുപോയ മനുഷ്യന്റെ, ലോകത്ത് മരിച്ചുപോയ മനുഷ്യന്റെ ശരീരാവയവങ്ങൾ മുറിച്ചെടുത്തിട്ടുള്ള പൂജയുണ്ട്. ഇതെന്ത് മാനവികതയാണ് ലോകത്തിന് ചർച്ച ചെയ്യാനുള്ളത്? മരിച്ചുപോയ വീട്ടിലെ ആ മനുഷ്യന്റെ ബോഡി കഴുകന്മാർക്ക് മുമ്പിൽ വെച്ചുകൊടുത്ത്
കൊത്തി വലിച്ച് തിന്ന് തീർക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന, മരണപ്പെട്ടു പോയ ആളുകളുടെ ബന്ധുമിത്രാദികൾ അത് തീരുന്നത് വരെ കണ്ടു നിൽക്കേണ്ടി വരുന്നത് മതവിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു ലോകത്തുണ്ട്. അത് ചർച്ച ചെയ്തോളൂ. അങ്ങനെ എത്ര വിഷയങ്ങളുണ്ട്. അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. മരിച്ചുപോയ മനുഷ്യന്റെ ഭർത്താവിന്റെ ആ തീയിലേക്ക് എടുത്തു ചാടേണ്ടി വന്ന കഥകളും ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു താരതമ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എടുത്തോളൂ, പരിശോധിച്ചോളൂ. ഏത് കർമ്മമാകട്ടെ, ഒരു മരണാനന്തര കർമ്മങ്ങളാകട്ടെ, ജീവിച്ചിരിക്കും ഒരു മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട നിർബന്ധമായ ഇബാദത്തുകളാകട്ടെ, അവിടെയൊക്കെ എല്ലാറ്റിലും ഒരു മനുഷ്യത്വവും മാനവികതയും തെളിഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാം. 5 നേരം നമസ്കരിക്കണം, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം നമ്മളൊക്കെ. അത് കൂടുതൽ ഭക്തകളായിരുന്നു നൽകിയിരുന്നത്. അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ചുരുക്കി 5 കൊണ്ടുവന്നു. 5 നേരം ഒഴുകുന്ന ഒരു നദിയിൽ ഇറങ്ങി കുളിച്ചാൽ ആ മനുഷ്യ ശരീരത്തിൽ പിന്നെ അഴുക്കുകൾ ബാക്കിയാകുമോ എന്ന ചോദ്യം, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കാനുള്ള, അവന്റെ കൽബിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകളെ നീക്കം ചെയ്യാനുള്ള ഒരു ശുദ്ധീകരണ പ്രവർത്തനം നമസ്കാരത്തിലൂടെ നടക്കുന്നു, വുദൂയിലൂടെ നടക്കുന്നു, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലൂടെ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ സമയമൊക്കെ ചർച്ചാ വിഷയമാകുന്നത്. പ്രഭാതത്തിൽ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് തന്റെ ഉപജീവന മാർഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ സുജൂദിൽ സാഷ്ടാംഗത്തിൽ കിടന്ന് നിർബന്ധമായ നമസ്കാരം, ഐച്ഛികമായ നമസ്കാരങ്ങൾ വേറെയുണ്ട്. ഏതൊരു മനുഷ്യനും ഒന്ന് അല്പം വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉച്ച സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ 4 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അവൻ ആ വിശ്രമത്തിലേക്ക് പോകുന്നു. മുനാഫിക്കുകൾക്ക് പ്രയാസമുള്ള സമയമാണ് അസറിന്റെ സമയം എന്നൊരു ഹദീസിൽ വന്നിട്ടില്ല. അവിടെ വിശ്വാസികൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നു. പക്ഷികളും പറവകളും തന്റെ കൂടുകളിലേക്ക് മടങ്ങുന്ന സൂര്യൻ അസ്തമിക്കുന്ന സമയം, അസ്തമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മഗ്രിബ് നമസ്കാരം, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം നേരത്തെ കഴിക്കുക. അതാണ് സഹാബികൾ കാണിച്ചു തന്നത്. നമസ്കാരങ്ങളിൽ ഏറ്റവും ഭിന്നിപ്പിക്കാൻ അനുവാദമുള്ള നമസ്കാരമാണ് ഇശ. ആ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേറെ വർത്തമാനങ്ങളിലേക്കും സ്വറകളിലേക്കൊന്നും പോവാതെ അവൻ ഉറക്കത്തിലേക്ക് നേരത്തെ പ്രവേശിക്കുക, നേരത്തെ ഉണരുക. ഹജ്ജ് കർമ്മം പരിശോധിച്ചോളൂ, ഞാൻ പോകുന്നില്ല. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളാകുന്ന അതിലെ സക്കാത്ത് എടുത്തോളൂ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എന്റെ പണത്തിൽ 100 രൂപ എന്റേതായി മാറുമ്പോ 97 രൂപ 50 പൈസ നിന്റേതാണ്. 2.50 അത് അവകാശികൾക്ക് നീക്കിവെക്കേണ്ടതാണ്. നിന്റെ ദാനമല്ല, നിന്റെ ഓശാരമല്ല, അതവന്റെ അവകാശമാണ് എന്ന് പഠിപ്പിച്ച ഒരു മതം ലോകത്തുണ്ടെങ്കിൽ ചർച്ച ചെയ്തിട്ടില്ലേ മുസ്ലിങ്ങൾ വരെ? അതിന്റെ 2% 1025 രൂപ, 250 രൂപ, 10,000 അല്ലെ 250 രൂപ, 1,00,000 2,500 രൂപ, 100 250, 1000 25, 10,000 250, 1,00,000 2,000. അത് ഇഷ്ടത്തിൽ കൊടുത്താ പോരാ, കൊടുക്കണം എന്നാണ്. ഇസ്ലാമികമായ ഭരണമുള്ള അധികാരമുള്ള ആളുകൾ കൊടുക്കുന്നില്ലെങ്കിൽ അവൻ കൊടുക്കേണ്ടതായ അവകാശിയാണെങ്കിൽ അവിടെ സ്വത്തിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാനുള്ള ഓർഡറാണ് അള്ളാഹുവിന്റെ മതം നടത്തിയത്. ശാന്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു നികുതിയായിരുന്നു, ചുങ്കമായിരുന്നു എന്ന് പറഞ്ഞ് ആളുകൾ അതിൽ നിന്ന് പിറകോട്ട് പോകുമ്പോ ശാന്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വാളുയർത്തിപ്പിടിച്ച്, ഒരു ഒട്ടകത്തിന്റെ മൂക്കുകയറാണ് നിങ്ങൾ സക്കാത്തായി കൊടുത്തിരുന്നതെങ്കിൽ അത് കൊടുക്കാൻ അവകാശമുള്ളവർ കൊടുക്കാതിരുന്നാൽ ഈ അബൂബക്കർ വാള് പ്രയോഗിക്കേണ്ടി വരുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു
ശക്തമായി പ്രയോഗിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതെല്ലാവരും പാലിക്കുകയാണെങ്കിൽ അതിന്റെ അവകാശികളായ ആളുകളെ ഞാനൊരു ഖബറിലാക്കി 500 അയാൾക്ക് കൊടുത്ത് 250 അയാൾക്ക് കൊടുത്ത് 100 ഇയാൾക്ക് കൊടുത്ത് അങ്ങനെയല്ല. ഒറ്റക്ക് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അതൊരു സംഘടിതമായി ചെയ്യും. അതൊക്കെ ചർച്ച ചെയ്യണേ സോഷ്യൽ മീഡിയയിൽ. സംഘടിതമായി സക്കാത്തൊക്കെ ചർച്ച ചെയ്യണം. സംഘടിതമായി കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സക്കാത്തിൽ നിന്നൊരു വിഹിതമെടുത്ത് നാട്ടിൽ നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾക്ക് ഒരു വാഹനം, ഒരു ടാക്സി വാങ്ങിക്കൊടുത്ത് അയാളുടെ ഉപജീവനത്തിലേക്ക് അയാൾ പ്രവേശിപ്പിക്കുമ്പോൾ അയാൾക്ക് അടുത്ത വർഷം ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥ വന്ന് അടുത്ത പ്രദേശത്തിലേക്ക് സക്കാത്ത് കൊടുത്ത് അയക്കേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു സന്തോഷകരമായ അനുഭവവും സാഹചര്യവും ഉണ്ടാകും. ഇത് ഇസ്ലാമിലല്ലാതെ എവിടെയാണ് ചർച്ച ചെയ്യാൻ പറ്റുക? അല്ലെ? അത് നമ്മുടെ സ്വത്തിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. നമ്മുടെ കൽവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാനുള്ളതാണ്. നമസ്കാരങ്ങൾ പറഞ്ഞ അധിക സ്ഥലത്തും അല്ലാഹു ചേർത്ത് പറഞ്ഞിട്ടില്ലേ? നമസ്കാരം നിലനിർത്തണം. നിസ്കരിക്കണം എന്നല്ല, നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. എത്ര സ്ഥലത്താണ് ഖുർആൻ ആവർത്തിച്ചത്? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എത്ര സ്ഥലത്താണ് ഖുർആൻ ആവർത്തിച്ചത്? പക്ഷെ 5 നേരം കറക്റ്റ് നമസ്കരിക്കുന്ന, ജമാഅത്ത് പോലും കളയാത്ത, കൃത്യത വരുത്തുന്ന ആളുകൾ വരെ സക്കാത്തിന്റെ വിഷയത്തിൽ കണക്ക് കൂട്ടി അത് കൊടുക്കുന്ന കൃത്യതയിലേക്ക് വരാത്ത ധാരാളം ആളുകളുണ്ട്. അതിന്റെ ഗൗരവം മനസ്സിലാകാതെ പോകുന്നു എന്നതാണ്. വയസ്സ് 60 ഇപ്പോഴും തീർന്നിട്ടില്ല സക്കാത്തിന്റെ സംശയം. ഇത്ര കൊല്ലായി ചോദിക്കാൻ തുടങ്ങിയിട്ട് 50 വയസ്സായി, 10-20 വയസ്സായി എന്ന് തുടങ്ങിയ ചോദ്യ സക്കാത്തിന്റെ വിഷയത്തിൽ ഇപ്പോഴും തീർന്നിട്ടില്ല സംശയം. എല്ലാ സ്ഥലത്തും ക്ലാസ് കഴിഞ്ഞിട്ട് സംശയം ചോദിക്കാൻ പറഞ്ഞാൽ സക്കാത്തിന്റെ കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താ അറിയോ? അത് പോക്കറ്റിൽ നിന്ന് പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് വല്ല പഴുതുണ്ടോ കൊടുക്കാതിരിക്കാൻ? പഠിക്കേണ്ട, അന്വേഷിക്കേണ്ടെന്നല്ല, തീരുന്നില്ല സംശയം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇതിവിടെ ഇസ്ലാം അതിന്റെ അതിൽ ഇസ്ലാമുമായി ഇണക്കമുള്ള ആളുകൾക്ക് വരെ അതിന്റെ അവകാശത്തെ എണ്ണിയത്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ വാപ്പാന്റെ സ്വത്ത്, എന്റെ ഉപ്പ മരണപ്പെട്ടു, എന്റെ ഉപ്പാന്റെ സ്വത്ത് ഞങ്ങളുടെ 6 മക്കൾക്ക് ഓഹരി വെക്കുന്നു. അപ്പുറത്ത് താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഇതിൽ അവകാശമില്ല. അയൽവാസികളായ ആളുകൾക്ക് ഈ സ്വത്തിന് അവകാശമില്ല. ഇതിന്റെ അനന്തര അവകാശികൾ ഞങ്ങൾ 6 മക്കളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരാണ്. പക്ഷേ കുറെ കാലമായി വീട് വെക്കാൻ ഒരു 3 സെന്റ് സ്ഥലമില്ലാതെ നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഉപ്പയുടെ സ്വത്ത് ഓഹരി വെക്കുമ്പോ, നിങ്ങളുടെ സ്വത്ത് ഓഹരി നടക്കുന്ന സമയത്ത് അവിടെ വന്ന് നോക്കി നിൽക്കുന്നുവെങ്കിൽ അവർക്കു കൂടി കൊടുക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ ഒരു മാനവികതയുടെ മുഖം അള്ളാഹുവിന്റെ മതമില്ലാതെ ലോകത്ത് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറയാൻ? ആരത് പറഞ്ഞത് ലോകത്ത്? വേറെ അവർക്കും കൂടി കൊടുക്കാൻ. എനിക്ക് കിട്ടണം 20 സെന്റ്, 19 മതി, ഞങ്ങൾ 5 മക്കളുണ്ട്, ഓരോരുത്തരും ഓരോ സെന്റ് കുറച്ചിട്ട് അയാൾക്ക് 5 സെന്റ് കൊടുക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ഹൈറാണ് എന്ന് പഠിപ്പിച്ച, ലോകത്ത് ഇങ്ങനെ ഒരു ചർച്ച നടന്ന ഒരു മതം അള്ളാഹുവിന്റെ ദീനാണ്. എവിടെയുള്ളത് വേറെ? സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതിയാണ്. സ്വത്തവകാശത്തെ കുറിച്ചല്ല പറയണത്, അത് ചർച്ച ചെയ്യാണ് സോഷ്യൽ മീഡിയയിൽ. ഇസ്ലാം കാണിച്ച അനീതിയാണ്. മറ്റു പല മതങ്ങൾക്ക് സ്വത്തേ ഇല്ല. അല്ല, ഞാൻ ഇതിന്റെ കാരണങ്ങളിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ആണിന്റെ പകുതി, ആണിന് 10 സെന്റ് കിട്ടുമ്പോ പെണ്ണിന്, അവന്റെ പെണ്ണക്ക് 5 സെന്റാണ്, അതിലെ നീതിയില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണം. എന്നാൽ കുറച്ച് പിറകോട്ട് പോയി മറ്റു മതങ്ങളെ പരിശോധിച്ച് നോക്ക്, പകുതി പോയിട്ട് അതിന്റെ കാൽഭാഗം അവകാശമായി പറഞ്ഞ പ്രത്യയശാസ്ത്രം എവിടെ? അതങ്ങനെ പറയാൻ കുറെ കാരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. ഞാൻ പറഞ്ഞത് എവിടെയും നിങ്ങൾക്ക് പരിശോധിക്കാം, ഏത് സ്ഥലത്തും നമുക്ക് പരിശോധിക്കാം. യുദ്ധ നിയമം എടുത്തു നോക്കി, ഞാൻ വേഗം പറഞ്ഞു പോവുക. ഏതായാലും യുദ്ധം ആരംഭിച്ചു, ഇനി ഒന്നും നോക്കേണ്ടതില്ല. അവിടുത്തെ ചർച്ചുകൾ, അവിടുത്തെ അന്യമതവിശ്വാസികളുടെ
അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ എല്ലാം അടിച്ചു തകർക്കാനാണോ അള്ളാഹുവിന്റെ മതം പറഞ്ഞത്? തൊട്ടുപോകരുത് എന്നാ പറഞ്ഞത്. അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു കളയരുത്, മരങ്ങൾ നശിപ്പിച്ചു കളയരുത്, ചെടികൾ മുറിച്ചു കളയരുത്, കുട്ടികളെ ആക്രമിക്കരുത്, സ്ത്രീകളെ കൊന്നു കളയരുത്. ഇങ്ങനൊരു മാനവീക മുഖം യുദ്ധരംഗത്ത് വരെ വെച്ചുകൊടുത്ത ഒരു മതം ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ന ചീന അല്ലാഹിൽ ഇസ്ലാം എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ മതാണ്. അത് അള്ളാന്റെ മതാണ്. അതുകൊണ്ടാണ് നിയമം ഉണ്ടായത്. അള്ളാഹുവിന്റെ മതാണ്, അതുകൊണ്ടാണ് നിയമം ഉണ്ടായത്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മൾ മലയാളികളാണ്, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ രാജ്യം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണില്ല. നമ്മുടെ രാജ്യത്ത് വീണ്ടും അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? ഞങ്ങളെ ഉയർന്ന ജാതി ചാണകം തെളിച്ച മുറ്റത്തുകൂടി കീഴ്ജാതിയിൽപ്പെട്ടവർ നടന്നുപോയാൽ ആ മുറ്റം വീണ്ടും ചാണകം തെളിക്കണം, വൃത്തിയാക്കണം. മേലാളന്മാർ കടിച്ച പാത്രത്തിൽ കീഴാളന്മാർ കടിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീയുടെ നഗ്നത അവരുടെ മാരണം മറക്കാൻ നമ്മുടെ രാജ്യത്ത് എത്രയോ സമരങ്ങൾ നടന്നിട്ടില്ലേ? മേലാളന്മാരുടെ മുമ്പിൽ തന്റെ ഔറത്ത് മറക്കാൻ പറ്റാതെ, നഗ്നത മറക്കാൻ പറ്റാതെ ഒരു മുണ്ട് മാറിടത്തിലിട്ടാൽ അതിന് ശകാരമാണ്, ചാട്ടവാറ് കൊണ്ട് അടിയായിരുന്നു. നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ലേ? ഇന്നും വലിയ പ്രോഗ്രസീവായ ഒരു ഉന്നതിയുടെ പുരോഗതിയുടെ നാടാണ് എന്ന് അവകാശപ്പെടാൻ വലിയ വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇന്നും താഴ്ജാതിയിൽപ്പെട്ടവർ, മേലാളന്മാർ പ്രവേശിക്കുന്ന അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. എത്ര മനുഷ്യരാണ് അടികൊള്ളുന്നത് ഇവന്റെ തൊലി കറുത്തു പോയതിന്റെ പേരിൽ, ജാതി ഒരു താഴ്ജാതിയായതിന്റെ പേരിൽ, സാമ്പത്തികമായി ഒരു താഴ്ച ഒരു ഉയർച്ചയിലെത്താതെ അവരുടെ കണ്ണിൽ കുറച്ച് താഴെക്കിടയിലായി പോയതിന്റെ പേരിൽ അമ്പലത്തിൽ വരെ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അതാ ജനാധിപത്യ നാടായി നമ്മുടെ നാട്. അത് നമ്മുടെ നാട്ടിലും പറയാം, നമുക്ക് എവിടെയും പറയാം. നമ്മുടെ നാട് ജനാധിപത്യ നാടാണ്. ലോകത്തിന്റെ മുന്നിൽ മാതൃകാപരമായി നിന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം, തർക്കമില്ല. എടുത്തുകുത്തുകളിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്ത ഒരു രാജ്യമാണ്. പക്ഷേ ഇന്നും നിലനിൽക്കുന്നു. എല്ലാവർക്കും എല്ലാ അമ്പലത്തിലും കയറാൻ പറ്റൂ. മുസ്ലിങ്ങളെ കുറിച്ചോ ക്രിസ്ത്യാനികളെ കുറിച്ചോ അല്ല, ഹിന്ദുക്കളായി അറിയപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് എല്ലാ അമ്പലത്തിലും കയറാൻ പറ്റൂ? പറ്റില്ല. അള്ളാഹുവിന്റെ മതം മനുഷ്യന്റെ കളറിനെ, മനുഷ്യന്റെ ഹൈറ്റിനെ, മനുഷ്യന്റെ വെയിറ്റിനെ, അവന്റെ പണത്തിനെ, അവന്റെ പണമില്ലായ്മയെ, അവന്റെ പാണ്ഡിത്യത്തെ, അവന്റെ പാണ്ഡിത്യമില്ലായ്മയെ വെച്ചുകൊണ്ട് മനുഷ്യനെ വേർതിരിച്ചോ? നിങ്ങളൊരാണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നും ഒരൊറ്റ ആണിൽ നിന്നും സർവശക്തനായ അള്ളാഹു നിങ്ങളെ സംവിധാനിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? നിങ്ങളെ ഖബായിലുകളാക്കിയത്, നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വർഗങ്ങളാക്കിയത് എന്തിനാ? പരസ്പരം പോരടിക്കാനാ? ഞാനാ വലിയ തറവാട് എന്ന് പറയാനാ? അല്ല. അനാണിയത്ത് പ്രഖ്യാപിക്കാനാ? ഞാനെന്ന ഭാവം കണ്ടിക്കാനാ? അല്ല. നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ വിവിഐപികൾ ആരാ? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം, പ്രത്യേക പരിഗണന ലഭിക്കുന്നത് ആർക്കാ? അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ അത്ഖാക്കും, തഖ്വയുള്ളവർക്കാണ്. അത് കറുകറുത്ത ബിലാലിനാവാം, വെളുവെളുത്ത സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാകാം, കറുകറുത്ത ബിലാലിനെ പോലെയുള്ള അടിമകളായി ജീവിച്ചവർക്കാവാം, ആർക്കുമാവാം. അവരുടെ തഖ്വയാണ് അള്ളാഹു പരിശോധിക്കുക. അവരുടെ തഖ്വയാണ് അള്ളാഹു പരിശോധിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറ എന്ന് പറയുന്ന സാറ ബീവിയെ തൊട്ടടുത്ത ഭരണാധികാരി കൊണ്ടുപോയ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന, തഫ്സീർ രേഖപ്പെടുത്തുന്ന ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നു സാറ ബീവിയെ. മഹദി സാറയെ കൊണ്ടുപോയി നിർത്തി ഈ മനുഷ്യന്റെ ശരീരത്തിന് തളർച്ച വരുന്നതൊക്കെ തഫ്സീർ പറയുന്നുണ്ട്. തിരിച്ചയക്കുന്നു, ശരീരത്തിൽ തൊടാതെ സ്പർശിക്കാതെ തന്റെ കിങ്കരന്മാരുടെ പട്ടാളത്തിന്റെ കൂടെ തിരിച്ചയക്കുന്നു. വന്ന സ്ഥലത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ ഓർഡർ ഇടുന്നു. അപ്പോ പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറ ബീവിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക്
തന്റെ കൊട്ടാരത്തിലെ അടിമ സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ട ഹാജറ എന്ന് പറയുന്ന മഹദിയെ ഇബ്രാഹിമിന് ഗിഫ്റ്റായി കൊടുക്കാൻ അന്ന് പ്രഖ്യാപിച്ചു. ആ ഗിഫ്റ്റാണ് ആര്? ഹാജറ ബീവി. കൊട്ടാരത്തിലെ അടിമ സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്നിട്ട് ആ ഹാജറ ബീവിയെ ഓർത്തുകൊണ്ട് സഫയിൽ നിന്ന് മറബയിലേക്ക് ലോകം അവസാനിക്കുന്നത് വരെയുള്ള മനുഷ്യരോട് നടക്കാൻ ഓടാൻ പഠിപ്പിച്ച ഒരു മഹനീയമായ മതം. സുബ്ഹാനല്ലാഹ് അല്ലേ? നമ്മൾ എന്തിനാ സഫയിൽ നിന്ന് മറബയിലേക്ക് ഓടുന്നത്? അതിലെന്താ ബുദ്ധി? അതിലെന്താ യുക്തി? യുക്തി ഉണ്ടല്ലേ? അത് അള്ളാഹ് നമ്മളോട് പറഞ്ഞു, നമ്മൾ അനുസരിക്കുകയാണ്. അത് സ്മരിക്കാൻ പറഞ്ഞു. അല്ലാതെ എന്താ ബുദ്ധി? ഹജറ ബീവി സഫയിൽ നിന്ന് മറബയിൽ കൂടിയത് എന്തിനാ? വെള്ളം ഉണ്ടോ നോക്കാനാണ്. നമ്മൾ എന്തിനാ ഓടുന്നത്? അങ്ങനെ ഒരാൾ ചോദിച്ചാലോ? നിങ്ങൾ കുട്ടികളാ? ഹജറ ബീവിയോട് നിങ്ങൾ എന്തിനാ ഓടുന്നത്? അതിലെന്താ ബുദ്ധി? വെള്ളം നോക്കാൻ സഫേന്ന് മറവേന്ന് സഫേക്ക് തിരിച്ചു മറിച്ചു ഓടുക, അതിനെ സ്മരിച്ചുകൊണ്ട്. അതുമാരാ ഇങ്ങനെ കൊണ്ടുപോയതിന്റെ പിന്നിൽ ഒരു പ്രായച്ചിത്തമായി കിട്ടിയ ഹാജറ എന്ന് പറയുന്ന മഹദിയെ ഓർത്തുകൊണ്ട് നമ്മളോട് നടക്കാൻ പറയും. അവിടെ കളർ നോക്കിയോ? അവിടെ സ്ഥാനം നോക്കിയോ? ഒന്നും നോക്കിയിട്ടില്ല. അള്ളാഹ് നമ്മളോട് അതിൽ കുറെ തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സന്ദേശം അതിലുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിങ്ങൾ പരിശോധിച്ചോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അൽഹംദുലില്ലാഹ്, നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര അല്ലാഹുവിനെ സ്മരിച്ചാലും മതിയാകില്ല. കാരണം നമ്മുടെ നമസ്കാരം നോക്കൂ നിങ്ങൾ. കാലുകൾ ചേർത്തു വെച്ച് അതിൽ കോടീശ്വരനുണ്ട്, ലക്ഷം വരുമാനമുള്ളവരുണ്ട്, ആയിരങ്ങൾ വരുമാനമുള്ളവരുണ്ട്. അന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പോക്കറ്റിൽ ഒരു നാണയത്തുട്ടില്ലാത്തവരുണ്ട്. അവിടെ ജാതിയും അവിടെ കളറും ഹൈറ്റും വെയിറ്റും ഒന്നും പ്രശ്നമില്ല. ചിലപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധ ഖുർആൻ അറിയുന്നത് ആ കമ്പനിയിലെ ഒരു സെർവന്റിനാണെങ്കിൽ അവനാണ് ഈ പാപം. കോടികൾ വരുമാനമുള്ള അതിന്റെ മുതലാളിയായി അറിയപ്പെടുന്ന ബോസ് ഈ സെർവന്റിന്റെ പിറകിലാണ് നിൽക്കുന്നത്. സുജൂദിൽ പോകുമ്പോ അയാളുടെ കാലിന് ചുവട്ടിലാണ് അയാളുടെ തല വെക്കുന്നത്. തോളും തമ്മിൽ ഉരസി, കാലും തമ്മിൽ ചേർത്തു വെച്ച് ഹജ്ജെന്ന കർമ്മത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ആളുകളെ വിളിക്കാൻ പറഞ്ഞു. വന്നു ആളുകൾ, വിളിക്കൂ. അവർ നെരിഞ്ഞോട്ടകപ്പുറത്താണെങ്കിൽ നടന്നിട്ടാണെങ്കിലും വരുമെന്ന് അള്ളാഹു പറഞ്ഞു. വന്നില്ലേ ആളുകൾ? എന്നിട്ട് അതിൽ വലിയ ആളുകളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരേ ഡ്രസ്. നിങ്ങളുടെ പണത്തിന്റെ ഊക്ക് കാണിക്കുന്ന രംഗമല്ലാതെ, നിങ്ങളുടെ സമ്പത്തിന്റെ ആധിക്യം കാണിക്കാനുള്ള വേദിയല്ലാതെ, ലോകത്തിന്റെ മുമ്പിൽ ഒരു യൂണിഫോം പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ? അവിടെ എല്ലാവരും ആരും മനസ്സിലാവില്ല, എല്ലാവരും ഒരേ രൂപത്തിൽ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എത്ര സ്തുതിച്ചാലും അള്ളാഹുവിനെ പ്രകീർത്തിച്ചാലും അള്ളാഹിനെ പ്രകീർത്തിച്ചാൽ മതിയാവാത്ത അവസ്ഥയിൽ നമുക്ക് മുന്നിൽ അള്ളാഹു തആല ആ അർത്ഥത്തിൽ ഒരു പ്രായോഗിക രൂപം നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രംഗത്തൊക്കെ നമുക്ക് ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും. എന്നാൽ മുസ്ലിം എന്ന നിലക്ക്, മുഅ്മിൻ എന്ന നിലക്ക് നാം സൂക്ഷിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഞാൻ 1-2 ഹദീസുകൾ മാത്രം ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്ന. ഈ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. ഈ ഹദീസ് കേട്ടവരുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. എല്ലാ തിങ്കളാഴ്ച ദിവസവും, എല്ലാ വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന എന്താ അറിയോ? ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും ശിർക്ക് വെക്കാത്ത അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്.
രണ്ടാളുകൾക്ക് തടസ്സം ഉണ്ടാവുന്നതാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കുന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ 2 ടീമിന് തടസ്സമാണ്. ആ ടീമിൽ നമ്മൾ വരുമെന്ന് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ തൗഹീദിന്റെ പ്രബോധകന്മാരാണ്. നമ്മൾ അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് എത്താത്ത മുക്കുമൂലകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിനുവേണ്ടി ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണ്. കച്ചവടങ്ങളും വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും ഇടപാടുകളും ക്രയവിക്രയങ്ങളും ബിസിനസ്സുകളും എല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ്. പക്ഷേ ശിർക്ക് വെച്ചവർക്ക് ഒഴികെ ശിർക്ക് വെക്കാൻ പാടില്ല. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി മറ്റേ ടീമാരാ? ഈ ശിർക്ക് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി, അടിമകൾക്ക് വേണ്ടി അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ ശിർക്ക് ഉണ്ടാകരുത്. രണ്ടാരാ? എന്നിട്ട് ഈ ശിർക്ക് വെക്കാത്തവരിൽ നിന്ന് ഒരു വിഭാഗത്തെ വീണ്ടും എടുത്തുദ്ധരിക്കുകയാണ്. ശിർക്കൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഈ ഹദീസ് ഞാൻ ഇവിടെ കേൾപ്പിക്കാനുള്ള കാരണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ ഇല്ലാ റജുലൻ. ഒരാളൊഴികെ. ആരാണത്? ഇല്ലാ റജുലൻ, ഒരു മനുഷ്യനൊഴികെ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ? كانت بينه وبين أخيه شحناء. അവനും അവന്റെ സഹോദരനും തമ്മിൽ, അവനും അവന്റെ സുഹൃത്തും തമ്മിൽ വൈരാഗ്യമാണ്, പിണക്കമാണ്. തൗഹീദുള്ളാണ്. പോരാണ് ഉള്ളിൽ പോര്. ഓനെ കണ്ടൂടാ, ഓന്റെ പെരുന്നൂടാ, ഓനോട് മിണ്ടിക്കൂടാ, ഓനോട് പിണക്കത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഫയുഖാൽ, പറയപ്പെടും. എന്താ പറയണത്? അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹാ. 3 വട്ടം ഇത് ആവർത്തിച്ചത്. അവർ നോക്കിക്കൊള്ളൂ, അവർ രണ്ടുപേരും ശരിയാകുന്നത് വരെ അവർക്ക് അള്ളാഹു ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു പലതും പുറത്തു കൊടുക്കുമ്പോ ഈ ടീമിന് അള്ള പുറത്തു കൊടുക്കുകയില്ല. അവന്റെ മനസ്സ് ക്ലിയർ അല്ല. ശിർക്കിൽ നിന്ന് പോലും രക്ഷപ്പെട്ടവനാണ് അവൻ, പക്ഷേ മനസ്സ് ക്ലിയർ അല്ല. വൈരാഗ്യത്തിലും പിണക്കത്തിലുമാണ്. ഈ ഇസ്ലാഹി സെന്റർ ജുബൈലിലെ ഈ ഇസ്ലാഹി സെന്ററിൽ വന്ന് ഈ വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഇവിടെ ഇരിക്കുമ്പോ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ മനസ്സ് മരവിച്ച് കണ്ടാൽ മുണ്ടാത്തവനായി, കണ്ടാൽ ഒന്ന് സലാം പറയാത്തവനായി, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങിപ്പോകുന്നവനായി, പിന്നീട് അതിന്റെ പേരിൽ അതിനെ പർവ്വതീകരിച്ച് മിണ്ടാത്ത ഒരാളായി മാറുന്നു. എന്ത് തൗഹീദാണ് നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കിയത്? എന്ത് തൗഹീദാ മാറ്റമുണ്ടാക്കിയത്? പല മുവഹിദുകളായി അറിയപ്പെടുന്ന ആളുകളുടെയും സ്വഭാവത്തിൽ പരിശുദ്ധുണ്ടോ? തിരുത്തണം. നമുക്ക് ഏറ്റവും സിമ്പിളായി നിൽക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് വന്നിട്ട് എന്നെ ഒന്ന് ഉപദേശിക്കണം, ഇനി വേറൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം എന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നാണ്. വീണ്ടും ചോദിച്ചു, വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട പ്രവാചകരെ? വീണ്ടും പറഞ്ഞു, നീ കോപിക്കരുത്. 3 വട്ടം ആവർത്തിച്ചു. അയാൾക്ക് ആ സന്ദർഭത്തിൽ കൊടുക്കേണ്ട, അയാളെ പഠിച്ച പ്രവാചകൻ മനഃശാസ്ത്രപരമായി അയാളോട് ഇടപെടുന്നു. അയാൾക്ക് കൊടുക്കേണ്ട ഉപദേശം അയാളുടെ കോപത്തടക്കലാണ്. എടുത്തുചാട്ടം. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവുക ആളുകൾ അങ്ങനെ. എന്നിട്ട് പറയേണ്ടിയില്ലായിരുന്നു, മോശമായി പോയി. 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചാൽ സ്പീഡ് കുറയല്ലേ ഇല്ല, സ്പീഡ് കൂടുതൽ കിട്ടും. ഫിനിഷ് സ്റ്റാർട്ടിംഗ് ലൈനിൽ തന്നെ കാലുത്തി നിൽക്കാൻ പറയണം. എന്തിനാ? ഒരാൾ 2 സ്റ്റെപ്പ് ബാക്കിൽ നിന്നാലോ നമുക്ക് തോന്നുന്ന സ്പീഡ് കുറയാനല്ല, ഒരു കുതിച്ചു ചാട്ടും അല്ലേ? ഒന്ന് ഓടി ഫിസിലടിക്കണതിന് മുന്നേ ഓടിക്കണ വരുന്ന ആളാണെങ്കിലോ, ഫിസിലടിക്കണതിന് മുന്നേ ഇങ്ങനെ ഓടി വരുന്ന ആളാണെങ്കിലോ ആർക്കാ സ്പീഡ് കിട്ടുക? അപ്പൊ ഇപ്പൊ തന്നെ മറുപടി കൊടുക്കണം. ഒന്നാലോചിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞു നോക്കി, അതിലൊരു അപകാരത ഉണ്ടാവും.
ആ സംസാരത്തിൽ ഒരു പക്വതയുണ്ടാവും. എന്നിട്ട് ഒരു മോനെ കൈ പിടിച്ചിട്ട് പറയും, സോറിട്ടോ, ഞാൻ അപ്പത്തെ ദേശത്തിൽ ഇത് പറയാൻ തുടങ്ങിയിട്ട് 10-25 കൊല്ലായി. ഞാൻ അപ്പത്തെ ദേശത്ത് പറഞ്ഞാണ്. എത്ര വട്ടം പറഞ്ഞു? ഒന്ന് ചിന്തിച്ച്, ഒന്നാലോചിച്ച് ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്, എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഒന്ന് ചിന്തിച്ച് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ എന്താ നമുക്ക് നഷ്ടപ്പെടുക? 3 വട്ടമാണ് പറഞ്ഞത്, അവർ ശരിയാകുന്നത് വരെ, അവർ ശരിയാകുന്നത് വരെ, അവർ ശരിയാകുന്നത് വരെ എന്ന് മുഹമ്മദ് മുസ്തഫ. മുസ്ലിം ധരിക്കുന്ന ഹദീസ, സഹീഹ് മുസ്ലിമിലെ ഹദീസ. അപ്പൊ തൗഹീദുള്ളവരാണ് നമ്മളൊക്കെ. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ശിർക്കിന്റെ ഏതൊക്കെ മൈന്യൂട്ടായ വശങ്ങളുണ്ടോ അവിടുന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപത്തിൽ നിന്ന് അള്ളാഹു നമ്മെ അകറ്റി നിർത്തുമാറാകട്ടെ. പക്ഷെ അത് മാത്രം പോരെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ നന്നാവണം. നമ്മുടെ കുട്ടികൾക്ക് 7 വയസ്സ് മുതൽ നമ്മുടെ കുട്ടി പോലീസാണ്. 7 വയസ്സ് വരെ. ഞാൻ പറഞ്ഞല്ല, മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടതാണ്. 7 വയസ്സ് വരെ നമ്മുടെ കുട്ടികള് പോലീസാണ്. അങ്ങനെ ഇറച്ചിയത് ചോദിക്കും, അതെന്താ? അത് സ്ക്രീൻ, അതെന്താ? അത് ബോക്സ്, അതെന്താ? അത് ഫാൻ, അതെന്താ? ഉണ്ടായിരുന്ന കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ നിങ്ങൾ പുറത്തിറങ്ങിയാൽ അതേതാ പക്ഷി, ഇതേതാ പക്ഷി, ഇതേതാ മൃഗം, അങ്ങനെ തന്നെ നമ്മൾ ചോദിച്ചത്. 7 to 14, 7 മുതൽ 14 വയസ്സ് വരെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സർവ്വ ആഘാതം പഠിപ്പിക്കണം. അതിന് വിശദീകരിച്ച സ്ഥലത്ത് പറയണത് 14 വയസ്സ് വരെ കൊടുക്കാത്ത, 14-15 വയസ്സ് വരെ മര്യാദയും സംസ്കാരവും ബഹുമാനവും ആദരവും കാരുണ്യവും മാനേഴ്സും കൾച്ചറൊന്നും കൊടുക്കാത്ത കുട്ടികളെ റൂട്ടിൽ കൊണ്ടുവരാൻ വലിയ പ്രയാസമായി. അതുകൊണ്ട് 14 വയസ്സിന് മുമ്പ് നിങ്ങളുടെ കുട്ടിക്ക് എല്ലാവരും, വീട്ടിലൊരാൾ വന്നാൽ എങ്ങനെ പെരുമാറേണ്ടത്, വലിയവരോട് എങ്ങനെ പെരുമാറണം, ചെറിയ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ആരാണ് ഉമ്മ, ആരാണ് വാപ്പ, ആരാണ് അയൽവാസികൾ, എന്താണ് വീട്ടിൽ അവർ വന്നാൽ മര്യാദ, ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും ബെഡ്റൂം എങ്ങനെയാണ്, എല്ലാ മര്യാദയും കുട്ടിക്ക് കൊടുക്കണം. 14 മുതൽ 21 വരെ ആൺകുട്ടികളുടെ സുഹൃത്താകണം ബാപ്പ, പെൺകുട്ടികളുടെ സുഹൃത്താവണം ആര്? ഉമ്മ. അപ്പോൾ 15 വയസ്സൊക്കെ ആവുമ്പോ SSLC ആണ്, +1 ആണ്, 11th ആണ്, 12th ആണ്. അപ്പൊ പല പ്രേമ ചാബല്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയമാണ്. അപ്പൊ ഉമ്മാനോട് പോയിട്ട് പറയും, ഉമ്മയാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മാനോട് പോയിട്ട് പറയും, ഉമ്മ അങ്ങനെ പ്രശ്നമുണ്ട്, ഉമ്മ തിരുത്തി കൊടുക്കും. ഇതാരോടും മിണ്ടൂല, എല്ലാം കഴിഞ്ഞിട്ടാണ് അറിയുക. ഉമ്മാനോട് പറയാൻ പേടിയാണ്, ബാപ്പാനോട് പറയാൻ പേടിയാണ്. സ്കൂള് വിട്ട് +2 കാരൻ വരുമ്പോ ആ മോനൊന്ന് സലാം പറഞ്ഞ്, അല്ലെങ്കിൽ മോനെ ഇങ്ങോട്ടൊന്ന് സലാം പറഞ്ഞ്, ബസ് സ്റ്റോപ്പിൽ നിന്ന് 4 മിനിറ്റ് നടന്നാൽ വീട്ടിലെത്തുന്ന വീട് വരെ മോന്റെ ഷോൾഡറിൽ ഒന്ന് കൈവച്ച്, തോളിലൊന്ന് കൈവച്ച് നടന്നോക്ക്. ഒരു വൈദ്യുതി തരംഗം അവന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കും കേട്ടോ. അത് വാപ്പി മോനും തമ്മിലുള്ള മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു വൈദ്യുതി കിരണങ്ങളായി മാറും. ഇടയ്ക്ക് നിങ്ങൾ തോളിലൊക്കെ കൈയിട്ട് നിങ്ങൾ നടന്നു നോക്കി, എന്റെ വാപ്പാനോട് എനിക്ക് എന്തും പറയാമെന്നൊരു തോന്നൽ അവനുണ്ടാവും. ഇത് വാപ്പാന്റെ സിറ്റ് ഔട്ട് കണ്ടാൽ കിച്ചണിൽ കൂടി കയറും മോനെ. എന്താണ് അവിടെ സിംഹക്കുട്ടിയെ പുലിക്കുട്ടിയായിട്ടിരിക്കണേ? ആണോ? ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാ, അള്ളാന്റെ മതം പഠിപ്പിച്ചതാ. അവിടെ നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, 5 നേരം നമസ്കരിക്കുന്ന, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ആളുകൾ വരെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചാടിക്കളിക്കുന്ന, എടുത്തു ചാടുന്ന, ഭാര്യയെ മുഖത്തടിക്കരുതെന്നാണ് അള്ളാഹുന്റെ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ ഭാര്യ ഒരിക്കലും മുഖത്ത് അടിക്കരുത്. പക്ഷെ എവിടുക്കാൻ ദേഷ്യം വന്നാൽ കൈ പോവുക, ദേഷ്യം വന്നാൽ കൈ അങ്ങോട്ടാ പോവുക. അതുകൊണ്ടാണ് അടിക്കരുത് പറഞ്ഞത്. അങ്ങോട്ടാണ് മനുഷ്യൻ, തെറ്റിലേക്ക് പോകാനാണ് മനുഷ്യന് സാധ്യതയുള്ളത്. അത് ശ്രദ്ധിക്കണം. ചെറിയ പോരായ്മയില്ലാത്ത മനുഷ്യരുണ്ടാവും. ആദം ആദമിന്റെ മക്കളായി പിറന്നവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ അത്തവ്വാബൂൻ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. ഈ കൂട്ടത്തിൽ ആർക്കപ്പോ പോരായ്മയില്ലാത്തത്? സംസാരിക്കണ എനിക്കില്ലേ, കേൾക്കണ നിങ്ങൾക്കില്ലേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ, പോരായ്മ ഉണ്ടാവില്ലേ? ആ പോരായ്മയെ പ്രിയപ്പെട്ടവരെ കളിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റും. എന്റെ ഷർട്ടിന്റെ ബാക്കിൽ ചെളിയുണ്ട്, നിങ്ങളെല്ലാവരും പരസ്പരം പറയുന്നുണ്ട്,
ഞാൻ ഇങ്ങനെ വരുമ്പോ എന്റെ ഷർട്ടിന്റെ ബാക്കിൽ ചളിയുണ്ട്, ഞാൻ അറിയില്ല. എന്നോട് പറഞ്ഞാലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. നിങ്ങൾ എന്റെ കൂട്ടുകാർ പറഞ്ഞു, എന്താ മൂപ്പന കഥ, ഷർട്ടിന്റെ ബാക്കിൽ ചളിയാണ്, അതുകൊണ്ട് ഞാൻ അറിയോ? എനിക്ക് തിരുത്താൻ പറ്റും, എനിക്ക് കഴുകാൻ പറ്റും, എനിക്ക് മാറ്റി വേറെ ഡ്രസ്സ് ഇടാൻ പറ്റും. അപ്പോ നന്മയുള്ള ഒരാൾ എന്നെ വിളിക്കുന്നു സ്വകാര്യമായി, ഞങ്ങൾ ഷർട്ടിൽ പ്രശ്നമുണ്ട്, എന്നാലേ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. അവിടെ ആരുടെ ഭാഗത്താണോ പോരായ്മയുള്ളത് അയാളെ വിളിക്കുന്നു, ചേർത്ത് നിർത്തുന്നു, എന്നിട്ട് പറയുന്നു. അത് കളിയാക്കലല്ല, അയാൾക്ക് മനസ്സിലാവും ഇതെന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചതാണ്. അതിന് തട്ടി പറയലല്ല, അതിന് കുത്തി പറയലല്ല. അല്ലെ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മളൊക്കെ പോരായ്മയുള്ളവരാണ്. ഒരു ടീം മറ്റൊരു ടീമിനെ കളിയാക്കും. സൂറത്തുൽ ഹുജുറാത്ത് അതിൽ ഈ സംഭവം അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. പറഞ്ഞിട്ടില്ലേ, നിങ്ങളൊരു സമൂഹത്തെ കളിയാക്കരുത്, പലതിലും നമ്മളെക്കാൾ ഉയർന്ന അവസ്ഥയിലായിരിക്കും അവര്. നമ്മൾ ഈ കളിയാക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ അവന് കുറയുണ്ടാവും, പക്ഷേ പലതിലും നമ്മളെക്കാൾ മികച്ചതും കഴിവുറ്റതുമായ ഒരുപാട് കാര്യങ്ങൾ അവനിൽ ഉണ്ടാകും. അത് ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. സ്ത്രീകളോടും പറഞ്ഞു, വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. ചീത്തപ്പേര് വിളിക്കുക. ഇതൊക്കെ ഈ തോന്നിയാസൊക്കെ ചെയ്തിട്ട് ഈമാൻ കിട്ടിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എത്ര മോശമാണെന്ന് ഖുർആൻ ചോദിക്കുന്നത്. ഇരട്ട പേര് വിളിക്കുക, മുടിയിലേക്ക് വേറൊരു പേര്, കാലിന് ദിവസമുണ്ടെങ്കിൽ അങ്ങനെ പേര്, പരിചയപ്പെടുത്തൽ വരെ അങ്ങനെയാണ്. തമാശക്ക് വരെ പരിചയപ്പെടുത്തല്. അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, അയാളുടെ മനസ്സ് വേദനിച്ചു പോയാൽ. എന്തെങ്കിലും ഒരു അബദ്ധം ഒരു മീറ്റിംഗിൽ ഒരാൾ പറഞ്ഞാൽ പിന്നെ കൊല്ലങ്ങൾ ആ അബദ്ധം കൊണ്ട് നടക്കുക, എന്നിട്ട് എല്ലാവരും ചിന്തിക്കുക. അന്ന് ഓൻ പറഞ്ഞത് പിന്നെ ഓർമ്മപ്പെടുത്തുക. അയാൾക്ക് ടെൻഷൻ ഉണ്ട്, പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. വാക്കുന്നൊരു തെറ്റ് വീണുപോയി, അല്ലെങ്കിൽ നാവിൽ നിന്ന് ഒരു അബദ്ധം വീണുപോയി, അതിനിങ്ങനെ പർവ്വതീകരിക്കുക. അപ്പൊ എന്ത് നന്മയാണ് നമ്മുടെ സഹോദരനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്ന ഈ മനോഹരമായ മതത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവർ പുറത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരുപാട് മാനവികത അല്ലാഹുവിന്റെ മതത്തിലുണ്ട്, ഒരു തർക്കമില്ല. പക്ഷെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ പരസ്പരം, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എന്തിന്റെ പേരിലാണ് കശപിശ കൂടുന്നത്? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്? കുതർക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറിയ കാര്യത്തിന്റെ തർക്കിച്ച് തോൽപ്പിക്കുക. നന്നായിട്ട് തർക്കിക്കുന്ന ആളോടാണ് നിങ്ങൾ തർക്കിക്കേണ്ടത്. ഇങ്ങോട്ട് തർക്കിക്കാൻ കഴിയാത്ത ആളോട് തർക്കിച്ച് തോൽപ്പിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്ന ആള് അത്ര ബുദ്ധിയില്ലാത്ത ആളാണെങ്കിൽ എന്താ ഖുർആൻ പറഞ്ഞത്? സമാധാന വാക്ക് പറഞ്ഞ് പോകാനാ. അല്ലാതെ ഓനെ കിട്ടിയ ചാൻസിൽ എന്റെ ഇൽമൊക്കെ പാടെ പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല അത്. ഏതായാലും കിട്ടി, ഓനൊന്നും മിണ്ടാൻ വയ്യ, എന്നാ നാലാണ്ട് പൊട്ടിക്കുക ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ ആളുകൾ പറയും, ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല ചങ്ങായിക്ക്, ഓൻ ഭയങ്കര സംഭവമാണ്. അതിങ്ങനെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ സംസാരമൊക്കെ നടത്തിയത്. എന്തായിരിക്കും അവസ്ഥ? ഒരു ചെയ്യുന്ന ഇബാദത്ത് വരെ നമ്മുടെ നിയ്യത്ത് മാറിയാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തിനനുസരിച്ചാൽ അത് മാറിയാൽ അപകടമാണെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ മതം. നിങ്ങൾ തർക്കിക്കുന്നത് എന്തിനാണ്? എന്തിനാ തർക്കിക്കുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്? ചില ആളുകൾ ചോദ്യങ്ങൾ വരെ ചോദിക്കുന്നത് പഠിക്കാനല്ല, തർക്കിക്കാൻ വേണ്ടി മാത്രമാണ്. ആദ്യം തീരുമാനിച്ചു വന്നത് എന്തുത്തരം പറഞ്ഞിട്ട് കാര്യം വിട്ടുകൊടുക്കില്ല. അപ്പൊ പിന്നെന്താ? ആ ചോദ്യകർത്താവ് ആളുകളോട് പറയാം, മൂപ്പരെ എങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, പഠിക്കാൻ വന്നതല്ല. അതെന്തിനാ ഈ ചോദ്യം? ഈ ചോദ്യത്തിൽ എന്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതിഫലമാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരസ്പരമുള്ള മര്യാദകൾ പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ സഹാബത്ത് ചോദിച്ചില്ലേ, ഞങ്ങൾ ഒരു സഹോദരന്റെ ജീവിതത്തിലുള്ള തിന്മകളെ പറഞ്ഞാൽ അത് തെറ്റാവൂ? ചോദിച്ചിട്ടില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? ഉള്ളത് പറയാലാണെന്ത്? ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ ഫഖദ് ബഹത്ത,
അവനെ കുറിച്ച് കളവാണ് നീ പറയും, അവനെ കുറിച്ച് കളവാണ് പറയുന്നത്. ഇല്ലാത്തതാ പറഞ്ഞാൽ കളവ് പറയും, ഉള്ളത് പറഞ്ഞാൽ പരദൂഷണമായി. ഈ മര്യാദ പാലിക്കുന്നവരാണ്. രണ്ടാള് കയറി കാറില് അങ്ങനെ പറഞ്ഞ പിന്നെ മറ്റവനെ കുറിച്ച്, നാലാൾ ഒരുമിച്ച് പോകാം, ഒരുത്തൻ ഇറങ്ങി പിന്നെ അവനെ കുറിച്ച ബാക്കി 3 ആള്. നന്മേന തുടങ്ങ മോശാറാട്ടോ, പിന്നെ അങ്ങനെ പോയി അവന്റെ മുറ്റൊക്കെ പറിച്ചു തുടങ്ങി. പിന്നെ 2 ആളായി. അപ്പൊ ഇറങ്ങിപ്പോയ 2 ആളെ കുറിച്ച് വലിയ 2 ആളും പറയാം. അപ്പൊ ഇതിങ്ങനെ റൗണ്ട് പൊട്ടിയാകുമ്പോ ഓനക്കെന്നെ മനസ്സിലാവും ഞാൻ ഇറങ്ങി എന്നെ പറ്റി പറയും. കാരണം ഞാൻ പോലെ ഇറങ്ങിയപ്പോ നമ്മള് അവനെ പറ്റിയാ പറയണ്ടേ. അവിടെ എന്ത് ദീനാണുള്ളത്? അരുത് എന്ന് പറയുന്നുണ്ടോ? നമ്മള് പറയാൻ പാടില്ല. ഞാന് നമ്മുടെ കൂട്ടത്തിലെ ഒരു പണ്ഡിതന്റെ കൂടെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാ കാറില്. ഞാൻ ആളെ പേര് പറയണില്ല, ഞാനാ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരാളെ കൊണ്ട് ക്രോസ് ചെയ്തു. നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു, എന്തൊരു മനുഷ്യനാണ് അയാള്. തട്ടിയില്ല, രൂപത്തിൽ രക്ഷപ്പെട്ടു അയാള്. സൈഡിൽ നിൽക്കുന്ന മനുഷ്യന് ഒറ്റ ഓട്ടം ഓപ്പോസിറ്റ് എടുത്ത്. ഞാൻ പറഞ്ഞു എന്തൊരു മനുഷ്യനാണ് ഇയാള്. അപ്പൊ എന്നോട് ഇയാൾ പറയാം വണ്ടി സൈഡാക്കി. അവൻ എന്തിന് അലിയുടെ നേരല്ല, അല്ല അയാളോട് പറയാൻ അതിപ്പോ നേരല്ല. പിന്നിപ്പോ നമ്മൾ അയാളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് നേരം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, പോവാ. നമ്മളൊക്കെ പറയുന്നില്ല അങ്ങനെ അറിയാതെ. പെട്ടെന്ന് നമ്മുടെ കൂടെ എന്തൊരു ചങ്ങാതിയാണ്, അയാളെ കേൾക്കണില്ല. അപ്പൊ എന്നോട് മൂപ്പർ പറഞ്ഞു, ഒന്നിലേക്ക് സൈഡാക്കിയിട്ട് അയാളോട് പറയും, ഇത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പോവല്ലേ, അയാൾ കേൾക്കണില്ല. പിന്നെ നമ്മൾ രണ്ടാളും ഇത് പറഞ്ഞിട്ട് എന്താ കാര്യവും? അയാൾ എന്ത് മനുഷ്യനാണ്, അയാൾ എന്ത് പണിയാ ചെയ്തത്, അതൊന്നും അയാൾ കേൾക്കണില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, പോവാ. വേറൊന്നും പറയണ്ട. നമ്മളിപ്പോ കുറ്റല്ല പറഞ്ഞത്, പക്ഷെ അതുപോലും ഏതുപോലെ നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇതുവരെ ചില തഫ്സീറുകൾ പറഞ്ഞത് നിങ്ങൾ അവരിൽ നിന്ന് പ്രത്യുപകാരമോ നന്ദി വാക്കോ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ ഷറഹിൽ പറഞ്ഞത് അതുപോലും പറയണ്ടാണ്. അതുപോലും പറയണ്ടാണ്. അത് അവര് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളൊരാൾക്ക് ഒരു വീട് വെച്ചോളൂ, എന്നിട്ട് അവരോട് പറയാം ഒന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ പ്രാർത്ഥിക്കും, പ്രത്യേകം പറയണ്ട. അതുവരെ നിങ്ങളെ പ്രതിഫലത്തിന്റെ കുറവ് സംഭവിക്കുമോ എന്ന് ഭയപ്പെടണമെന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. ഒന്നും പറയണ്ട, അവര് പ്രാർത്ഥിക്കും. ഞാനിത് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ തലങ്ങൾ, ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങൾ സഹോദരങ്ങളെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അതിനുവേണ്ടി പറയുന്നു, പരിശുദ്ധ ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥാണ്. നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിയില്ലാത്ത ആളുകളെ നമ്മുടെ സ്വത്ത് ഏൽപ്പിക്കാൻ പറ്റും. അവിടെയും ഇസ്ലാം മാനവികത പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലെ പിന്നെ ബുദ്ധിയില്ലാത്ത ആളുകളെ നിങ്ങളെ ബിസിനസ് ഏൽപ്പിക്കുക, ഇവിടെ രാഗം മുടക്കി ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞേ. സ്വത്ത് അവരെ ഏൽപ്പിക്കരുത്, കൈകാര്യ കർത്തൃത്വം അവരെ ഏൽപ്പിക്കരുത്. എന്നാൽ ബുദ്ധിശക്തി ഇല്ലാത്ത ആളുകൾ അവർക്ക് വസ്ത്രം കൊടുക്കണം കേട്ടോ, അവർക്ക് ഭക്ഷണം കൊടുക്കണം കേട്ടോ, അവരെ മാന്യമായി പരിഗണിക്കണം കേട്ടോ. ഇത് പറഞ്ഞൊരു മാറ്റം. നിങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീർ എടുത്ത് നോക്കൂ. വലാ തുഅ്തു സുഫഹാ അംവാലക്കും, ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധി കുറഞ്ഞ ആളുകളെ നിങ്ങളുടെ സ്വത്തുകൾ നിങ്ങൾ കൈകാര്യ കർത്തൃത്വം ഏൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് അല്ലാഹു തആല പറയുന്നത് എന്താണ്? വർസുഖൂഹും ഫീഹാ വഖ്സൂഹും, അവർക്ക് നിങ്ങൾ ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് നിങ്ങൾ വസ്ത്രമണിയിപ്പിക്കണം. വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, മാന്യമായ വാക്ക് അവരോട് പറയണം. നമ്മുടെ നാട്ടില് ബുദ്ധിയില്ലാത്ത കുറെ മനുഷ്യരില്ലേ ഉണ്ട്, മെന്റലി പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവരെ പരിഗണിക്കണമെന്ന്. അവരെ റോഡിൽ ഒഴിവാക്കാനല്ല ഇസ്ലാം പറഞ്ഞത്, അവരെ പരിഗണിക്കണം. മാന്യമായ വസ്ത്രം അവർക്ക് കൊടുക്കണം, അവർക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ മതം. എവിടെയാണ് ഇസ്ലാം സ്പർശിക്കാതെ പോയത്? ഏത് വിഭാഗത്തെയാണ്? ഈ ഇരിക്കുന്ന പുരുഷന്മാര്, സ്ത്രീകൾ ഇത് കേൾക്കണ്ടല്ലേ അല്ലേ? ഈ ഇരിക്കുന്ന പുരുഷന്മാര് ഷിയാബടക്കര സ്റ്റേജ് നിങ്ങളോട് തിരിഞ്ഞിരിക്കുകയാണ്. ഞാനടക്കം ഇവിടെയുള്ള എല്ലാവരും, അർഷദ് എല്ലാവരും നമ്മുടെ ഭാര്യമാരോട് ചോദിക്കണം നമ്മളെ പറ്റിയതാ. ഷിയാബടക്കര ഞങ്ങൾ ദുബൈയിലെ ക്ലാസ് എടുത്തു. സ്ത്രീകൾ നിങ്ങൾ കേൾക്കണ്ടല്ലേ? എപ്പോഴെങ്കിലും എന്റെ ഭാര്യനെ കാണുമ്പോൾ ചോദിക്കുക എന്താ മൂപ്പറ സ്വഭാവം. അപ്പൊ എന്റെ ഭാര്യ പറയാണ് ആ പ്രസംഗമൊന്നും നോക്കണ്ട,
പറയുകയാണെങ്കിൽ ഇന്നെ പറ്റൂല എന്ന് പറഞ്ഞേ, മനസ്സിലായില്ലേ? നമ്പർ വേണമെങ്കിൽ തന്നെ വിളിച്ചോളി. ഇന്നെ പറ്റൂല എന്ന് പറഞ്ഞേ, എന്റെ ഭാര്യ എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരണം. ഭയങ്കര കോൺഗ്രസിന്റെ CPM-ന്റെ ലീഗിന്റെ പ്രവർത്തനകരം രാവിലെ കതറിട്ട കുപ്പായത്ത് ഇറങ്ങുക, ഭാര്യനോട് മിണ്ടാൻ നേരില്ല, ചോദിച്ച ചൂടായി. അപ്പുറത്തെ അയൽവാസികളുടെ ടോയ്ലറ്റിന്റെ കാര്യം പറയുമ്പോ ചിരിച്ചുമുണ്ടാതെ കേൾക്കുക. ഭാര്യന്റെ അടിയിൽ എന്തെങ്കിലും ഒരു 10 രൂപന്റെ വിഷയം പറഞ്ഞ പോടുന്നു. അന്റെ കതറിന്റെ കുപ്പായത്തിൽ ഇസ്ലാമിൽ പ്രസക്തിയില്ല, മനസ്സിലായില്ലേ? മക്കളോട് മാന്യമായി സംസാരിക്കാൻ നേരല്ല, ഭാര്യക്ക് ഒരു 10 മിനിറ്റ് സമയം കൊടുക്കാൻ നേരല്ല, മക്കളോടൊപ്പം ഇരിക്കാൻ നേരല്ല. ഇത് നാട്ടുകാർക്ക് വേണ്ടി വിടുക. ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊളിറ്റിക്കൽ രംഗത്ത് ഭയങ്കര ലീഡറാണ്. നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണ് എന്ന് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. 9 ഭാര്യമാർ ജീവിച്ചിരിക്കുമ്പോ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ത് എന്ന് ചോദിച്ചപ്പോ ഭാര്യമാർ പറഞ്ഞു ഞങ്ങളൊന്ന് മീറ്റിംഗ് കൂടട്ടെ, എന്നിട്ട് പറയാനല്ല പറഞ്ഞത്. ചോദിച്ച ഉടനെ പറഞ്ഞു ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. നമ്മളെ പറ്റി ഖുർആൻ എന്ന് പറയേണ്ട ഒരു ഹദീസിന്റെ കഷ്ണം പറഞ്ഞാണ്, അറിയോ? ചിന്തിക്കണം നമ്മളെ ഭാര്യയ്ക്ക് എന്താ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം. എത്ര കുടുംബത്തിലാണ് പ്രിയപ്പെട്ടവരെ കൗൺസിലിങ്ങിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. ഈ കാരണം മുഖമൊന്നുമല്ല. ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തുമ്പോ എന്റെ ചെറിയ മോളെ എന്റെ നെഞ്ചത്ത് കയറിയിരിക്കും. ഞാൻ ക്ഷീണിച്ചിങ്ങനെ കിടക്കുക, ബെഡ് ഒന്നിങ്ങനെ മറന്ന് കിടക്കുമ്പോ എന്റെ മോള്, ഏറ്റവും ചെറിയ മോള് എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് എന്റെ താടിയിൽ പിടിച്ചിങ്ങനെ വലിക്കും. നിഷ്കളങ്കമായ ആ ഹൃദയം, നിഷ്കളങ്കമായ പ്രായം. അവൾ വിചാരിക്കുന്നു എന്റെ ഉപ്പ നിഷ്കളങ്കനാണ്. ഈ കുട്ടി വിചാരിക്കുന്ന നിഷ്കളങ്കത, നിഷ്കാപട്യത, അത് എന്റെ ഉപ്പാക്കുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത് ഉള്ളിലും. അതിനപ്പുറം ഈ കുട്ടിക്കറിയാത്ത ഒരു വൃത്തികെട്ട മുഖം, ഈ ഭാര്യക്കറിയാത്ത ഒരു വൃത്തികെട്ട മുഖം, ഈ ഭർത്താവിനറിയാത്ത ഒരു വൃത്തികെട്ട മുഖം ഭാര്യക്കും ഭർത്താവിലും മക്കൾക്കുമൊക്കെ തിരിച്ചും മറിച്ചുമുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ വിജയിക്കുക? എവിടെ നമ്മൾ വിജയിക്കും? അതുകൊണ്ട് സമയം അവസാനിച്ചു. ദമാമിലൊരു ക്ലാസ് കൂടി ഉണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ മതം ഇടപെട്ടിട്ടുണ്ട്. നിരാലംബരായ മനുഷ്യരെ സംരക്ഷിക്കുന്നതിൽ, സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതിൽ, ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുണ്ട്. വളഞ്ഞ വാരിയല് കൊണ്ടാണ് സിദ്ധിക്കപ്പെട്ടത് എന്നപ്പോ ഞങ്ങൾ ആദ്യം കുറച്ച് വളഞ്ഞിട്ടാന്ന് നബി വരെ പറഞ്ഞല്ലേ. അതുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ മര്യാദക്കൊന്നുണ്ട്. അത് മുതലാക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തലച്ചോറിന്റെ തൂക്കം നോക്കുമ്പോ പുരുഷന്മാരുടെ തലച്ചോറല്ലേ കനം കൂടുതൽ അല്ലേ? അല്ലേ അല്ലേ? ആരൊന്നും ഉണ്ടാത്ത ശരിയല്ലേ? ആണ്. 100 ചില്ലാൻ ഗ്രാം തൂക്കം കുറവാണ് പെണ്ണിന്റെ തലച്ചോറ്. അതുകൊണ്ട് പ്രാക്ടിക്കൽ ബുദ്ധി ആണിനേക്കാൾ കുറച്ച് കുറയുമാർക്ക് പെണ്ണിന്. അഞ്ച് ദേശം പിടിക്കണ്ട, അടുത്ത ക്ലാസ്സിന് വരാതൊക്കെ പഠിക്കാൻ, കാണാതെ പഠിക്കാനുള്ള കഴിവുണ്ട് പെണ്ണിന്. ചെവിക്ക് കേൾവി കൂടുതലാരാ? സയൻസ് വേണ്ടത് പെണ്ണിനാന്നാ. നിങ്ങൾ എല്ലാം പറഞ്ഞാൽ ജോലി കേൾക്കും. നിങ്ങളെന്തോന്ന് പറഞ്ഞല്ലോ അത്. സയൻസ് അനുസരിച്ച് പോലും സ്ത്രീകളുടെ കേൾവി ശക്തി കൂടുതലാണ്, ഹൃദയമിടിപ്പ് കൂടുതലാണ്, പിന്നെ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ അവർക്ക് കൂടുതലുണ്ട്. പക്ഷേ തലച്ചോറിന്റെ തൂക്കം 100 ചില്ലാൻ ഗ്രാം ആണിനേക്കാൾ കുറവാണ്. പ്രാക്ടിക്കൽ ബുദ്ധി പെണ്ണിനെ കുറച്ച് കുറയുന്ന. കാണാതൊക്കെ പഠിക്കും നമ്മളെക്കാൾ ഉഷാറായിട്ട്. നമ്മളിങ്ങനെ സംസാരിച്ചോടുക്കുമ്പോൾ കൂറം കൊണ്ട് വേണം നമ്മൾ തട്ടിക്കളയും. ഓലമേത്തിൽ ചിലപ്പോൾ കൂറം വേണം വച്ചുണ്ടാക്കും. നമ്മളിപ്പോഴും കൂടി വെലി ഇങ്ങനെ വന്നാൽ നമ്മളെത്ര വലിയ വിഷയമാക്കുന്നില്ല. വെലിയുടെ നോക്കിക്കോന്ന് പറയും. ഒരു ചിലപ്പോൾ കസാരയൊക്കെ പൊട്ടിക്കും. അതാ പ്രശ്നം. അപ്പൊ പ്രാക്ടിക്കൽ രംഗത്ത് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ശരീരവും മനസ്സും ഒക്കെ സോഫ്റ്റ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പെരുമാറ്റം അവരോട് ഉണ്ടാകണം. മേൽനോട്ടം പുരുഷനാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാനുള്ള കാരണങ്ങളെ നമ്മൾ കൃത്യമായി പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, നമ്മളൊക്കെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും ബനു ആദം, നിങ്ങൾ എല്ലാവരും ആദമിന്റെ മക്കളാണ്. വആദമു ഖുലിക മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിലാണ്. 60 മുഴം നീളത്തിൽ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്
നമ്മുടെ വാപ്പയെ 60 മുഴം എന്ന ഹദീസിൽ വന്നത്. അപ്പൊ എത്ര അടിയ? എന്താണ് എത്ര അടിയാണ് 60 മുഴം? ഒരു മുഴം എന്നാണ് എത്ര? 1.5 അടിയാണ് എത്ര? അപ്പൊ 60 മുഴം എന്നാണ് എത്ര അടിയായി? 90. അപ്പൊ നമ്മളെ വല്യപ്പാന്റെ ഹൈറ്റ് 90 അടിയായിരുന്നു. ഒരു 9 നില കെട്ടിടത്തിന്റെ മേലൊന്നും സാധനം എടുക്കാൻ കോണിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഞാനൊരു ഇത് പറഞ്ഞതാ. 60 മുഴം വന്നിട്ടില്ലേ? ഉണ്ട്. ഒരു മുഴം എന്നാണ് 1.5 അടിയാണ്. ഇനി മനുഷ്യന്മാർ വലിപ്പം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ചർച്ചയിൽ കാണാം, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാം. പക്ഷെ ദുൽമ കൂടും. മനസ്സിലായില്ലേ? തോന്നിയാസം വർദ്ധിക്കുകയില്ല. ഇപ്പൊ 10ാം ക്ലാസ്സിലെ കുട്ടിനെ കണ്ടാൽ, +2 കുട്ടിനെ കണ്ടാൽ, ഡിഗ്രിക്കാരനെ കണ്ടാൽ ചോദിക്കും എത്രയിലാ നീ? 7th ഓനെന്നെ നാണക്കാരായി. വലിപ്പമൊക്കെ കുറയും. പക്ഷെ അക്രമ സ്വഭാവം കണ്ടില്ലേ? ക്ലോസറ്റിൽ പിടിച്ച് മുക്കാണ് കുട്ടിയുടെ തല. എന്തിന്റെ പേരിലാണ്? നിങ്ങൾ ആലോചിക്കണ്ടോ? കോമ്പസ് കൊണ്ട് കുത്തുക, എന്നിട്ട് അവിടേക്ക് കെമിക്കൽ ഒഴിക്കുക. കോളേജിൽ കൂടെ പഠിക്കാൻ വന്ന കുട്ടിയെ സീനിയറും ജൂനിയറും പറഞ്ഞു നഅൂദുബില്ലാ, ക്ലോസറ്റ് നക്കിപ്പിക്കുക. ക്രൂരമുഖങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ക്രൂരമുഖം. ഇതിനെതിരെ പറയാൻ ഇത് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ വെക്കുക? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനൊക്കെ പിന്നെ മനസ്സിലാക്കുക? ഈ തോന്നിയാസത്തിനെതിരെ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളൊക്കെ ഇടപെടേണ്ട കുറേ മുഖങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഗൗരവമായി മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിന്റെ ദീന് ഞാനും നിങ്ങളും പഠിക്കുന്നവരാണ്. അത് വെറുതെ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും പഠിച്ച് മുന്നോട്ട് പോകാൻ മാത്രമുള്ളവരല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീന് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ പേരിൽ ഭിന്നിച്ചു പോകരുത്. മനുഷ്യരൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ അറേബ്യൻ നാട്ടിലെ ഓരോ പള്ളിയിലെ ഖത്തീബുമാരോട് ഇമാമാരോടൊക്കെ സംസാരിച്ചു നോക്കി, പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അടിസ്ഥാനപരമായ കാര്യങ്ങളല്ലോ, അടിസ്ഥാനപരമായ കാര്യം അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അതിന്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യാ? ഓനെ മാറ്റി നിർത്തിയില്ല. ഓനയുടെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുപ്പിക്കുക. എന്നാൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ദീനിനെ പാരവെക്കുന്നവരോട് അത് തുറന്നു പറയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ? അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു. നിങ്ങൾ ഭിന്നിക്കാതെ അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക. നമുക്ക് യോജിച്ചു നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. ചെയ്യണം നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കൂടി ആവർത്തിക്കേണ്ടി. ഇബാദത്തിന്റെ രംഗത്ത്, കർമ്മരംഗത്ത്, അനുഷ്ഠാന രംഗത്ത് എല്ലാം ഇസ്ലാം മാനവികത പഠിപ്പിച്ചിട്ടുണ്ട്. മുതിർന്നവരോട് പെരുമാറുന്നത്, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കുന്നത്, മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനം. നിങ്ങൾ കേരളക്കരയിൽ വൃദ്ധസദനങ്ങളിൽ പോയി നോക്കൂ. നിങ്ങള്, ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫാമിലി കോൺഫറൻസിൽ പറഞ്ഞത് എനിക്കറിയില്ല. വൃദ്ധസദനങ്ങളിലേക്ക് പ്രായമുള്ള ആളുകളെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു വിദേശത്തേക്ക് പോവുക. അപ്പൊ നിങ്ങളെ ഭാര്യ ചിലപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ കുട്ടികൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഉമ്മാന്റെ അടുത്താനുള്ളത് ചിന്തിക്കണം. ശരിക്കത് ഉമ്മാന്റെ അടുത്താനുണ്ട്. ഒരു അയൽവാസിനെ ഏൽപ്പിച്ച് പോരാൻ പറ്റൂല. അതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. മാതാപിതാക്കൾക്ക് അള്ളാഹുവിന്റെ മതം നൽകുന്ന സ്ഥാനം, സുബ്ഹാനല്ലാഹ്, അതിലെ മാനവികത. അതുകൊണ്ട് ഉറക്കെ പറയുന്നു ഞാൻ, വൃദ്ധസദനങ്ങളിൽ മുസ്ലിം ഉമ്മമാരും ഉപ്പമാരും വളരെ 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 കുറവാണ്. എന്താ കാരണം? ഈ ഒരു മുഖം, ഈ മനുഷ്യത്വത്തിന്റെ മുഖം, ഈ മാനവികതയുടെ മുഖം, അള്ളാഹു പഠിപ്പിച്ച ഈ മതനിയമം കുട്ടിക്കാലത്തെ ഇസ്ലാമികമായ അധ്യാപനങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തതിന്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളും കാണുന്നത്. പക്ഷെ അതിന് എതിർ പ്രവർത്തിക്കുന്നവരുണ്ട്. ലഹരിക്കടിമയായ +2കാരൻ ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണെന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മാനെ വേദനിപ്പിക്കരുത്. ഞാൻ ദുബായില് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കുറച്ചു കാലം ഫുത്ത് പറയാൻ അവസരം കിട്ടിയിരുന്നു.
ദേരയില് ഷാർജയിലോ സ്ഥലത്ത് കുത്തു പറയണ പോലെ ദേരയിൽ കുറച്ചു കാലം കുത്തു പറഞ്ഞിട്ടുണ്ട്. കുത്തുബ കഴിഞ്ഞിങ്ങനെ ആ പള്ളിയിൽ ഞാൻ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കരയുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇങ്ങനെ കരയാൻ വിങ്ങി വിങ്ങി കരയാൻ. ഞാൻ ചോദിച്ചു, എന്താ സുഹൃത്തെ കരയണത്? പറയാനൊന്നും കിട്ടില്ല. ചുണ്ടുകളൊക്കെ ഇങ്ങനെ വിതുമ്പി, അവരുടെ ശബ്ദം ഇങ്ങനെ അടഞ്ഞ്, തൊണ്ട ഗദ്ഗതമായി, കണ്ണ് നിറഞ്ഞിട്ട് പറയണം, ഞാൻ ഈ കുത്തുബ കേട്ടപ്പോഴാണ് എന്റെ ഉമ്മാനെ കുറിച്ച് എനിക്ക് ചിന്തിച്ചത്. ഇത്ര കാലം എന്റെ ഉമ്മാനെ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയുന്നു? ഓന്റെ സംഭവം പറഞ്ഞില്ല. ഞാൻ എന്നും വീട്ടിൽ വിളിക്കും, അരമണിക്കൂറൊക്കെ എന്റെ ഭാര്യയോട് ഈ നെറ്റ് കോളിൽ വിളിച്ചിട്ട് അരമണിക്കൂറൊക്കെ ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കും. അപ്പൊ ഞാൻ ഉമ്മാനെ പറ്റി ചോദിക്കുന്നില്ല. ഉമ്മാനെ പറ്റി ചോദിക്കലേ, ഓളോട് എനിക്ക് എന്താ വേണ്ടത്, മക്കൾക്ക് എന്താ വേണ്ടത്, ഇവിടുത്തെ ഒരാള് വരുന്നുണ്ട്, ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തേക്കലുണ്ട്. പക്ഷെ ഉമ്മാനോട് ചോദിക്കലില്ല. ഇന്നലെ നെറ്റ് കോളില്ല. എന്നും ഭാര്യ വിളിക്കുന്നുണ്ട്. ഭാര്യ ഇങ്ങനെ പോലെ മിസ് കോൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ കോളിൽ വിളിച്ചു. ആരെ? ഭാര്യ. പക്ഷെ ഫോൺ എടുത്തത് ആരായോ? ഉമ്മയാണ്. നെറ്റ് കോൾ കൂടിയല്ല, സാധാരണ കോളാ. അപ്പൊ ഉമ്മ ഫോൺ എടുത്തപ്പോ ഉമ്മാന്റെ സൗന്ദര്യം മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു റോങ് നമ്പർ. കുറച്ച് കഴിഞ്ഞ് വീണ്ടും അടിച്ചു. വീണ്ടും ഉമ്മ എടുത്തത്. ഇവിടെ ബാത്റൂമിലോ ഇടയ്ക്കാണ്. ഞാൻ വീണ്ടും പറഞ്ഞു റോങ് നമ്പർ. എന്റെ ഭാര്യ സാധാരണ കോളിൽ കുറെ പൈസ പോകും. അതുകൊണ്ട് ഉമ്മ എടുത്തപ്പോ എനിക്ക് ദേഷ്യം വന്നു മനസ്സിൽ. ഇന്നത്തെ ഖുതുബ കേട്ടപ്പോ എന്റെ ഉമ്മാന്റെ സ്ഥാനം എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇനി എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ നൽകേണ്ടത്? ഇത് ചോദിച്ച് കരയണം. കൊല്ലങ്ങളായി ഒരു പ്രവാസിയായി ജീവിച്ചിട്ട് നൊന്ത് പ്രസവിച്ച ഉമ്മയോട് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ നേരം കാണാത്തവർ, ഭാര്യയോടും കുടുംബത്തോടും മക്കളോടും പഠിക്കാൻ പോയ മോനോട് ഓൻ ബാംഗ്ലൂരിലാണ്, അല്ലെങ്കിൽ ഡൽഹിയിലാണ്, ബോംബെയിലാണ്, അല്ലെങ്കിൽ അങ്ങ് കാനഡയിലാണ്, അവരോടൊക്കെ ചാറ്റ് ചെയ്യാനും വിളിക്കാനൊക്കെ സമയം കാണുന്ന എന്റെ മോൻ പിഴച്ചു പോകുമോ എന്നൊക്കെ വിചാരിച്ച് വിളിക്കാൻ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന നിങ്ങൾ, ഉമ്മക്ക് വേണ്ടി ഒരു മിനിറ്റ് 2 മിനിറ്റ് ഉമ്മാന്റെ പ്രശ്നങ്ങളൊന്നറിയാൻ, ഉമ്മ ഇവിടുന്ന് ഒരാൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തയക്കണമെന്ന് ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പ്രവാസം പരലോകത്തും നമ്മളെ പ്രവാസികളാക്കി മാറ്റും. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാണ്. വിഷയം ഇസ്ലാമിന്റെ മാനവികതകൾ. അവിടെയൊക്കെ ചില സൂചനകൾ മാത്രമായി നൽകിയത്. അതുകൊണ്ട് മനുഷ്യത്തള്ളവനായി മാറുക കേട്ടോ. വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക, കണ്ടില്ലെന്ന് നടിക്കുക, കേട്ടില്ലെന്ന് നടിക്കുക, തിരുത്തേണ്ടത് സ്വകാര്യമായി തിരുത്തി കൊടുക്കുക. പിന്നെ എനിക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കില്ല. എന്റെ നാവ് കൊണ്ട് ഒരാളും വേദനിക്കൂല. എന്റെ അയൽവാസികൾ എന്നെ കുറിച്ച് ഭയപ്പെടൂല. എനിക്ക് അവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ഉപദ്രവം എന്നെ കൊണ്ടുണ്ടാവില്ല. പള്ളിയുടെ 1-ാമത്തെ സഫിൽ വന്നിരുന്ന് പടച്ചവനെ റബ്ബേ പുറത്തു വന്ന എന്ന് പറയുമ്പോ അയൽവാസിയുടെ കരണ്ടിന് തടസ്സം നിന്നവനായി മാറിയിട്ടുണ്ട് ആ മനുഷ്യൻ. ഒരു സർവീസ് വള്ളിയാണ് വലിക്കേണ്ടത്, അതിന് വാശി പിടിച്ചിരിക്കുകയാണ്. എന്റെ പറമ്പ് കൂടി കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായില്ലേ? കറണ്ട് ഒരു ചെറിയ സർവീസിന്റെ വയറ് വലിക്കണം, അതിന് എന്റെ പറമ്പ് കൂടി പറ്റില്ല. എന്നിട്ടോ പള്ളിയിൽ പോയിട്ട് 1-ാമത്തെ സോഫിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തോടെ പുറത്തുണ്ടാണ്. വീട്ടിൽ കിണർ കുത്താനുള്ള പൈസ അല്ല, അല്ലെങ്കിൽ കിണർ കുത്താൻ ഒരുപാട് ആ ഡെപ്തിലേക്ക് പോകണം. അതുകൊണ്ട് ഏതെങ്കിലും നിലക്കൊരു വെള്ളം വാട്ടർ സപ്ലൈൻ്റെതോ അല്ലെങ്കിൽ വല്ല ജലനിധിന്റെ ഒക്കെ പൈപ്പ് ഇങ്ങനെ വഴി ആകെ മൂന്നടിയാണ്, കുറച്ചിങ്ങനെയൊക്കെയാണ്. അപ്പോ ഓര് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പറമ്പിലൂടെ 1 ഇഞ്ച് പൈപ്പ് ഒന്ന് കൊണ്ടുപോകണം, ആ കുടുംബത്തിന് വെള്ളം കൊടുക്കും. വഴി കൂടെ കൊണ്ടുപോയിക്കോ. അപ്പൊ എത്ര ബെൻഡാണ്, വെള്ളം കയറാൻ പ്രയാസാണ്, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഓന് ഭയങ്കര പ്രവർത്തകനാണ്. മനസ്സിലായില്ലേ? അള്ള ശപിച്ചു തന്നെ കുറെ ഇവിടെ ഒരു വിഷയമാണത്. ഇവിടുത്തെ ദായി അങ്ങനെ ഒരു വിഷയം പറയട്ടെ കേട്ടോ. അള്ള ശപിച്ച വിഷയങ്ങൾ. അള്ള ശപിച്ചു അതിരുകല്ല് മാറ്റിക്കുത്തിയവനെ. അള്ള ശപിച്ചു കുടിവെള്ളം മുടക്കിയവനെ. അള്ള ശപിച്ചു വഴി തടഞ്ഞവനെ.
അയൽവാസിക്ക് ഒരു ഓട്ടോറിക്ഷ പോണ വഴിയില്ല നാട്ടില്, നിങ്ങൾക്ക് ലോറി വരെ വരും, എല്ലാ വണ്ടിയും വരും, 2 കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അയൽവാസി പറഞ്ഞു പാപ്പാക്ക് സുഖമില്ലാതായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ മതിലൊന്ന് പൊളിക്കണം, മതിൽ ഞങ്ങൾ കെട്ടിത്തരാം, 1 സെന്റ് സ്ഥലം ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ വേണം, എന്റെ മാർക്കറ്റ് വിലയുടെ ഇരട്ടി തരാം, നിങ്ങളെ മതിൽ ഞങ്ങൾ കെട്ടിത്തരും, നാട്ടിൽ കിട്ടുന്ന വിലയുടെ ഇരട്ടി തരാം, ഞങ്ങൾക്കൊരു വഴി വേണം, തൊട്ടാൻ പറ്റില്ല. എന്നിട്ട് പോയിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹ് പുറത്തോട്ട നന്മ കൊണ്ട തരും, നന്നായിട്ടല്ല. ഒരു കറണ്ടിന്റെ ലൈൻ വലിക്കാനേ ഹെലികോപ്റ്ററൊക്കെ മേലെ കൂടി പോകണ്ടിട്ട് തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ട്, എന്റെ പറമ്പ് കൂടി പോകണ്ടുണ്ട് മേലെ കൂടി, അതിന് ആധാരമില്ലാത്തതുകൊണ്ടും ഉണ്ടാകില്ല. ഇങ്ങനത്തെ സ്വഭാവത്തിന്റെ ആളുകളായി മുരടിച്ച സ്വഭാവം ദീനിന്റെ ആളായിട്ട് മാറുക. അരുത് എന്ന് മാത്രമേ ഈ ക്ലാസ്സിൽ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ഉമ്മമാർ, ജ്യേഷ്ഠാനികന്മാർ, ബന്ധുമിത്രാദികൾ പലരും ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ്. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, നാളെ നിന്റെ കോടതിയിൽ റബ്ബേ എളുപ്പമുള്ള വിചാരണ നീ കൊടുക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവേ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ പോകുന്ന ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.